നമ്മുടെ ശരീരത്തിൽ ജീവന് പേര് കൊടുത്തേണ്ടല്ലോ ആത്മാവെന്ന്. അതിനാണ് ആത്മാവോരത്തോടാണ്. ഞാനും ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം വെടിഞ്ഞു പോകുന്ന നമ്മുടെ എന്തോ ഒരു എനർജി, ഈ ശരീരം പൂർണ്ണമായും ഒന്നും അല്ലാതാവുന്ന നിമിഷത്തെ അത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഏതൊരു പ്രകാശത്തെ നമ്മൾക്ക് മനുഷ്യൻ കണ്ടെത്താൻ സാധിക്കാത്ത ഒന്നിനാണ് ഞാൻ ആത്മാവെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്നും ആത്മാവായിട്ട് ഇല്ല, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ചിന്തിക്കുക, കാരണം എത്ര കുടുംബങ്ങളുടെ മക്കള്, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി ഒക്കെ പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ ആത്മാവായിട്ട് വന്നൂടെ? ഈ പറഞ്ഞ മക്കളെ പഠിപ്പിച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടാക്കി അവർ നേരത്തെ അരിയെങ്കിലും വെച്ച് കൊടുക്കാനുള്ള സാധിച്ചാൽ പോരെ? ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ നടക്കാത്ത, ഞാൻ ഏകദേശം ഞാൻ ഇപ്പോഴാണ് ഈ ഒരു 3-4 വർഷമായിട്ടുള്ള ഇപ്പം നടത്തം കുറഞ്ഞിട്ട് ഞാൻ രാത്രി സഞ്ചാരിയാണ്. ഞാൻ ഇന്നൊരു ആത്മാവിനെ കണ്ടുള്ള ഞാൻ എന്തോരം ശ്മശാന ദ്വീപ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ, ഞാൻ അടുത്ത മൃതദേഹത്തിൻ്റെ ഒപ്പം കിടന്നിറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു ആത്മാവിൻ്റെ വിളിച്ചാൽ പറഞ്ഞ സാധനമാണെങ്കിൽ നമുക്ക് വിളിച്ചു വരുത്തി ചോദിക്കാറുണ്ട്, ഉണ്ടാന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഒറ്റ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാണ് സംഭവം. ആത്മാവ് തന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അവരുടെ ചിന്താഗതിയിൽ രൂപപ്പെട്ട അവരായി രൂപപ്പെടുന്ന ഒരു കഥകളിലെ ഒരു കഥാപാത്രം മാത്രമാണ് ആത്മാവ്.